ടീനേജ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന പ്രായമാണ്. ഇല്ലത്തൂന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞതുപോലെ കുട്ടികളുടെ ലെവലിൽ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ മുതിർന്നവരുടെ ലെവലിലേക്ക് എത്തിയിട്ടുമില്ല, അത്ര തന്നെ. ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇന്നർ ചൈൽഡ് വൂൺസ്, അവരത് സ്വയം മാറ്റാതെ ഇരുന്നാൽ, ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ വളർച്ചയുടെ പാതയെയും അവരുടെ പരമ്പരകളെയും എങ്ങനെ ബാധിക്കും എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നവർ സ്വന്തം ടീനേജിലെ അനുഭവങ്ങളും ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും താരതമ്യം ചെയ്തു നോക്കൂ. ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. കാൾ ജങ്ങിൻ്റെ ഷാഡോ വർക്ക്, ആർക്കിടൈപ്സ്, ജനറ്റിക് മെമ്മറി തുടങ്ങിയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. ശരീരത്തിന് രൂപമാറ്റം ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ്. സ്വന്തം മാറ്റങ്ങൾ കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന പ്രായം. പണ്ടൊക്കെ ചിലർക്ക് ഇക്കാര്യത്തെപ്പറ്റി അറിവുണ്ടാവുകയില്ല. എന്നാൽ ചിലർക്ക് അത്ര വ്യക്തമല്ലാത്ത അറിവുകളും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇക്കാലത്ത് കുട്ടികൾക്ക് അവയർനെസ് അമ്മമാരിൽ നിന്നും സ്കൂളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞ്, ഗൂഗിളിൽ നിന്നവർ സ്വയം കണ്ടെത്തും. എങ്കിലും ശരീരത്തിൻ്റെ രൂപമാറ്റം, പീരീഡ്സ്, വസ്ത്രധാരണം തുടങ്ങിയവയെല്ലാം കുട്ടികൾക്ക് ജിജ്ഞാസ ഉളവാക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഈ സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചോ ശരീരത്തിൻ്റെ വളർച്ചയെക്കുറിച്ചോ മറ്റുള്ളവർ മോശമായി സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് അപമാനം തോന്നാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ പൊട്ടിത്തെറിച്ചേക്കാം, പ്രതികരിച്ചേക്കാം. പക്ഷേ അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റ മുറിവിൻ്റെ പ്രതിഫലനമായിരിക്കും. സൈക്കിക് ഇമ്പാക്റ്റ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന കോർ വൂണ്ടായിരിക്കും അവരിൽ പ്രവർത്തിക്കുക. ഷാഡോ സെൽഫിലേക്ക് വളരുകയും യഥാർത്ഥ സെൽഫ് നഷ്ടമാവുകയും ചെയ്യുന്നു. ഭാവിയിൽ അടുക്കി വെച്ച ദേഷ്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കുട്ടിക്കുണ്ടായ വേദനകൾ അതേപടി പ്രതിഫലിക്കുകയായിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് പറയാം, ഓ അതിനെന്താ, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ജീവിക്കുന്നതെന്ന്. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ചില കാര്യങ്ങൾ താങ്ങാനാവില്ല. ഒരു ചടങ്ങിനിടെ 13 വയസ്സുകാരി പെൺകുട്ടി ഇട്ടിരിക്കുന്ന ജീൻസിനെ പറ്റി സ്വന്തക്കാരെല്ലാവരും കൂടി നിന്ന് ഈ കുട്ടിയെ കളിയാക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിയെ ചൊടിപ്പിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർ സംസാരിച്ചത്. കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് അപ്പാടെ മാറുന്നത് കണ്ടിട്ട് ഞാൻ കൂട്ടത്തിൽ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ബന്ധുവിനോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അതിനെ കളിയാക്കി സംസാരിച്ചതാണെന്ന് അവർ എന്നോട് പറഞ്ഞു. ഒന്നും മനസ്സിൽ വെക്കാതെ ആയിരിക്കാം ബന്ധുക്കൾ സംസാരിക്കുന്നത്. അവരത് തമാശയായി കണക്കാക്കിയിരിക്കാം. അവിടെ ബന്ധുക്കൾ മാത്രമല്ല, അല്ലാത്തവരും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ കുട്ടിയും ചിലപ്പോൾ അത് തമാശക്കെടുത്തിരിക്കാം. എന്നാൽ തമാശ പറയുന്ന ഓരോരുത്തരും ഓർമ്മിക്കുക, ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ജീവിതം മുഴുവൻ ചുമക്കേണ്ട മുറിവായി മാറാനും കാരണമായേക്കാം. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വ്യക്തിയെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് മറ്റുള്ളവർ പറയുന്നതിനെ കാര്യകാരണ വിവേചന ശേഷിയോടെ അപഗ്രഥിക്കുവാനുള്ള കഴിവില്ല എന്ന് ഓർമ്മിക്കുക. ടീനേജിൽ പെൺകുട്ടികളുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ആകസ്മികമല്ല. അതൊരു വികാസത്തിൻ്റെ ഘട്ടമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ അവളുടെ ശാരീരിക മാറ്റത്തെപ്പറ്റിയോ വസ്ത്രധാരണത്തെപ്പറ്റിയോ അവളുടെ സമ്മതമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അവൾക്കുള്ളിലുണ്ടാവുന്ന ഇന്നർ ചൈൽഡ് വൂണ്ട് വളരെ വലിയ മാനസിക ആഘാതം ഉണ്ടാക്കിയേക്കാം. എറിക്സണിൻ്റെ മാനസിക വികാസ സിദ്ധാന്തത്തിൽ 12 മുതൽ 18 വയസ്സുവരെ കുട്ടിയെ ഭരിക്കുന്നത് ഐഡൻറ്റിറ്റിയും റോൾ കൺഫ്യൂഷനുമാണ് എന്ന് പറയപ്പെടുന്നു. മികച്ച രീതിയിൽ ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ വ്യക്തി തൻ്റെ ഐഡൻറ്റിറ്റി
കണ്ടെത്തുന്നു. അതിനനുസരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിൽ ആത്മവിശ്വാസവും വ്യക്തതയും ഉണ്ടാവുന്നു. തൻ്റെ ലിംഗപദവി അനുസരിച്ചുള്ള നിലപാട് ഉറപ്പാക്കുന്നു. എന്നാൽ കുട്ടിക്ക് ആന്തരിക ശിശുഭാവത്തിൽ മുറിവുണ്ടാകുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ റോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവുകയും കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. പെൺകുട്ടി തനിക്ക് തൻ്റെ വീട്ടിലും സമൂഹത്തിലും പിയർ ഗ്രൂപ്പിലും എങ്ങനെയുള്ള സ്ഥാനമാണ് ഉള്ളതെന്നറിയാതെ കുഴങ്ങിപ്പോകും. ബോഡി ഷെയ്മിങ് കേട്ട് തൻ്റെ ശരീരത്തോട് തന്നെ വിദ്വേഷം തോന്നിത്തുടങ്ങും. അങ്ങനെയുള്ള കുട്ടികളിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ലജ്ജ, ദുർബലത, വിഡ്രോവൽസ്, ഇമോഷണൽ റിപ്രഷൻ, ഫ്യൂച്ചർ റിലേഷൻഷിപ്പിലുള്ള ഭയം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. ടീനേജ് ഗേൾ ഇന്നർ ചൈൽഡ് വൂൺസിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? ഞാൻ ശരിയായതല്ല, എൻ്റെ ശരീരം പ്രശ്നമാണ് എന്ന് ഉറച്ച വിശ്വാസം രൂപീകരിക്കുന്നു. അല്പം വണ്ണം കൂടിയാലും കുറഞ്ഞാലും പിന്നെ പറയുകയും വേണ്ട. അല്പം പൊക്കം കൂടിയാൽ കൂനി നടക്കാനും തുടങ്ങും. മറ്റൊന്ന് തുറന്ന് പറയാനുള്ള മടിയാണ്. ഉൾവലിയൽ, അഭിപ്രായം തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. പറയാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ വിറയൽ അനുഭവപ്പെടും. മറ്റൊന്ന് ട്രസ്റ്റ് ഇഷ്യൂസ്. മാതാപിതാക്കളിലും മറ്റ് അതോറിറ്റി ഫിഗേഴ്സിലും, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്ഥാനത്തുള്ളവർ, അധ്യാപകർ തുടങ്ങിയവരിലും ഉള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ ഇത് കാരണമായേക്കാം. അതുകൊണ്ടാണ് കുട്ടികളുടെ കുറ്റം ആവർത്തിച്ചാവർത്തിച്ച് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മറ്റുള്ളവരുടെയോ അടുത്ത് പറയരുതേ എന്ന് ഞാൻ അച്ഛനമ്മമാരെ വിലക്കാറുള്ളത്. നിങ്ങളാണ് മക്കൾക്ക് താങ്ങാകേണ്ടത്. മറ്റൊന്ന്, സ്ത്രീത്വം എന്നതിനെ അഭിമാനത്തോടെ സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. ചില കുട്ടികൾ പറയും, പെണ്ണായിട്ട് പിറക്കണ്ടായിരുന്നു, ആണായാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ഇത്തരത്തിലുള്ള ചില ചിന്തകളുടെ പ്രതിഫലനമാണ്. മറ്റൊന്ന്, ക്രിയേറ്റീവ് ബ്ലോക്ക് ആൻഡ് സെൽഫ് സബോട്ടേജ്. നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പിന്നോട്ട് വലിയുന്ന ഒരു ആന്തരിക ഭയം. ഞാൻ എന്ത് നല്ലത് ചെയ്താലും മറ്റുള്ളവർ അതിന് അംഗീകാരം തരില്ല എന്നൊരു തോന്നൽ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. എന്താണ് പരിഹാരമെന്നറിയാൻ താല്പര്യമുണ്ടോ? കമൻറ്റ് ബോക്സിൽ ഇതുവരെ കേട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം തോന്നിയ കാര്യം ഒന്ന് എഴുതിക്കോളൂ. സത്യത്തിൽ പരിഹാരമെന്ന് പറയുന്നത് അവെയർനെസ്സാണ്. പബ്ലിക്കിനുള്ള അവെയർനെസ്സാണ്. അനാവശ്യമായി കുട്ടികളെ ഒന്നും പറയാതിരിക്കുക. അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചോ അവരുടെ ശരീരത്തെക്കുറിച്ചോ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാതെ ഇരിക്കുക. അത് കേൾക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഏറ്റവും മോശമായ രീതിയിലായിരിക്കും അവരുടെ ഭാവിയെ ബാധിക്കുക. അവെയർനെസ്സാണ് അറിവില്ലായ്മയ്ക്ക് പരിഹാരം. അവബോധത്തോടെ പെരുമാറുക. കുട്ടികളോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് പറയുക, നേരിട്ട് പറയുക കുട്ടിയോട്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് കുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ ഇരിക്കുക. കുട്ടികളുടെ സമ്മതമില്ലാതെ കുട്ടികളെപ്പറ്റി പൊതുവേദികളിൽ ആശയവിനിമയം നടത്തരുത്. ചില അമ്മമാർ മക്കളുടെ വിശേഷം പറയുമ്പോൾ മക്കൾ അമ്മമാരോട് ദേഷ്യപ്പെടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന് കാരണം എന്തെന്നറിയുമോ? കുട്ടികൾ അതിഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മക്കളുടെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരോടും പറയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. കുട്ടികൾക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് അഭിമാനം തോന്നണം. സ്വന്തം ഉള്ളിലുള്ള ചൈതന്യത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ഒപ്പം സ്വന്തം ശരീരത്തെയും സ്നേഹിക്കാൻ അറിയണം. സെൽഫ് ലവ് ആണ് ഈ പ്രായത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത്.
ഏറ്റവും മാന്യമായി വസ്ത്രം ധരിച്ച്, അവനവൻ്റെ ശരീരത്തിനിണങ്ങുന്ന വസ്ത്രം ധരിച്ച് അതിലുള്ള ആ സൗന്ദര്യത്തെ കുട്ടിക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കണം. സെൽഫ് ലവ് ഉള്ള ഒരു കുട്ടികളും സ്വന്തം ശരീരത്തിൽ അനാവശ്യമായി മറ്റൊരാൾ സ്പർശിക്കാൻ അനുവദിക്കില്ല. നോ പറയേണ്ടയിടത്ത് നോ പറയുവാൻ അവർ പ്രാപ്തരായിരിക്കും. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ അറിയുക, ശക്തരായ തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങളുടെ പെൺമക്കൾ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും സാമൂഹികമായും ശക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കണം. എല്ലാ അർത്ഥത്തിലും മികച്ചവരായി പെൺമക്കളെ വളർത്തുക. നമ്മുടെ മക്കളാണ് നമ്മളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഓർമ്മിക്കുക. താങ്ക് യു.